സിനിമാ വിശേഷങ്ങൾക്കും ഗോസിപ്പുകൾക്കും ദാസനും വിജയനും ഈ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ലോക സിനിമയ്ക്കൊപ്പം കേരള ബോക്സ് ഓഫീസിലും ബാഹുബലി തരംഗമാണ്. ബാഹുബലിയുടെ കേരളത്തിലെ ബോക്സ് ഓഫീസ് കുതിപ്പ് പല മലയാളം ചിത്രങ്ങളുടെയും കളക്ഷനെ ബാധിച്ചിരുന്നു. ഇതിനിടയിലായിരുന്നു മലയാള സിനിമയുടെ യൂത്ത് ഐക്കൺ ദുൽഖർ സൽമാന്റെ CAA റിലീസ് ചെയ്യുന്നത്. ബാഹുബലി തരംഗത്തിനിടയിലും ദുൽഖർ സൽമാൻ ചിത്രത്തിന് മികച്ച വരവേൽപ്പായിരുന്നു ലഭിച്ചത്. ആദ്യ ദിനം ചിത്രം 3 കോടിയിലധികം നേടി. ഇപ്പോൾ ചിത്രത്തിന്റെ ആദ്യവാര കളക്ഷനും പുറത്തു വന്നിരിക്കുന്നു. 6 ദിവസം കൊണ്ട് 13 കോടിയോളം ചിത്രം ബോക്സ് ഓഫീസിൽ നേടിയെന്നാണ് റിപ്പോർട്ടുകൾ. കേരളത്തിലെ ഒട്ടുമിക്ക തിയേറ്ററുകളിലും ബാഹുബലി ഹൗസ്ഫുള്ളായി ഓടുന്ന സാഹചര്യത്തിലും CAA ഇത്രത്തോളം കളക്ഷൻ നേടിയത് സൂചിപ്പിക്കുന്നത് ദുൽഖർ എന്ന നടന്റെ താരമൂല്യമാണ്. ഇതിലൂടെ തന്റെ ബോക്സ് ഓഫീസ് പവർ വീണ്ടും തെളിയിക്കുകയാണ് ദുൽഖർ സൽമാൻ. അമൽ നീരദും ദുൽഖർ സൽമാനും ആദ്യമായി ഒന്നിച്ച ചിത്രമെന്ന പ്രത്യേകതയും CAAയ്ക്കുണ്ട്. അജി മാത്യു എന്ന ദുൽഖർ കഥാപാത്രത്തിന്റെ രാഷ്ട്രീയവും പ്രണയവുമാണ് ചിത്രത്തിന്റെ പ്രമേയം. ആദ്യ പകുതിയിൽ പതിവ് അമൽ നീരദ് ചിത്രങ്ങളിൽ നിന്നും വ്യത്യസ്തമായി ലളിതമായ അവതരണ രീതിയാണ് ചിത്രം സ്വീകരിച്ചിരിക്കുന്നത്. ഇപ്പോഴത്തെ ബോക്സ് ഓഫീസ് കുതിപ്പ് തുടർന്നാൽ ചിത്രം മികച്ച കളക്ഷനോടെയായിരിക്കും ഫിനിഷ് ചെയ്യുക. കൂടുതൽ സിനിമാ വിശേഷങ്ങൾക്കും ഗോസിപ്പുകൾക്കും ദാസനും വിജയനും ഈ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക്, ഷെയർ, കമൻറ്റ്. താങ്ക്